ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പിക്സാർട്ട് ആപ്ലിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ തുടർച്ചയായിട്ട് എക്സ്ട്രാ ഫീച്ചേഴ്സും ടൂൾസിനൊക്കെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടി കാണാത്തവരാണെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അതും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. Feeling low, about to blow back up. I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫോട്ടോ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലെ ഓപ്ഷൻസിൽ കുറേയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. അതിൽ മിസ്സായി പോയ കുറേ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമത്തേതാണ് ഡിസ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ടാപ്പ് ടു ഡിസ്പേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതേപോലെ ഒരു ചെതറിത്തരിക്കുന്ന എഫക്റ്റാണ് വന്നിട്ടുള്ളത്. അതിന് ഡിസ്റ്റൻസ് സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൻ്റെ അവസാനം താനോസ് സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് അവഞ്ചേഴ്സിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകില്ലേ, അതേ ഒരു എഫക്റ്റാണ് ഇവർ ഡിസ്പേഴ്സൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടൂളൊക്കെ പരിചയപ്പെടാം. അതാണ് ക്ലോൺ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. സാധാരണയായിട്ട് ക്ലോൺ യൂസ് ചെയ്യാറുള്ളത് ഒരു ഒബ്ജക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ കുറെ പെയിന്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, സംഭവം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടിയുടെ മുകളിൽ വരച്ച സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു കൊടി കൂടി എക്സ്ട്രാ ഉണ്ടായി വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൂള് വെച്ചിട്ട് ഇതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. എത്രത്തോളം യൂസ്ഫുൾ ആണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ടൂള്, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അടുത്ത ടൂളിലേക്ക് പോവാം. അതിൻ്റെ പേരാണ് സ്ട്രെച്ച് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും റാപ്പ് റാപ്പ് റാപ്പ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്നറിയില്ല, അതായത് നമുക്ക് കാര്യം നടന്നാൽ പോരെ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജിലെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇതേപോലെ വലിച്ചു നീട്ടാനോ ചെറുതാക്കാനോ വേണ്ടി ഈ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കൈയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നീണ്ടു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഇതേപോലെ വലിച്ചു നീട്ടാം അല്ലെങ്കിൽ ചെറുതാക്കാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ചുരുളി പോലുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും. അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് എല്ലാം ഇതേപോലെ ചുരുണ്ട് വരുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും. ഓയിൽ കളറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് തന്നെ ചെയ്യാൻ പറ്റുക. എന്തായാലും കാണാൻ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്ത ടൂളാണ് മോഷൻ ടൂൾ. മോഷൻ ടൂൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ക്ലോൺ ടൂളിനെ പോലെ തന്നെയാണ്. എന്നാലും ഇപ്രാവശ്യം നമുക്ക് ആവശ്യമുള്ള പോർഷൻ ഇതേപോലെ സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് വലിക്കുന്ന സമയത്ത് അതേപോലെയുള്ള കുറേ രൂപങ്ങൾ പുറകിലായി ഉണ്ടായി വന്നതായി കാണാൻ വേണ്ടി പറ്റും. അപ്പം മോഷൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു എഫക്റ്റിലെ ബ്ലറിലെ മോഷൻ ബ്ലർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ്. അടുത്തത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണ് സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമേജിലെ ഒരു പ്രത്യേക ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. കട്ട്, കോപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ക്ലിക്കുകയാണെങ്കിൽ അതേ ഇമേജ് തന്നെ നമ്മുടെ കയ്യിൽ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയ ഒരു ചിത്രത്തിൽ ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രം എന്തെങ്കിലും മാറ്റം വരുത്തണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം അതിന് മാത്രം നിങ്ങൾക്ക് മാറ്റം വരുത്തി എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തൊരു പ്രധാനപ്പെട്ട ടൂളാണ് ഈ കർവ്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഗ്രാഫാണ് കാണാൻ വേണ്ടി പറ്റുക. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിലെ ഹൈലൈറ്റ്, ഷാഡോസ്, മിഡ് ടോൺ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലിൽ എഡിറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആയി പോകും. അപ്പോൾ ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ അടുത്ത ടൂളാണ് ടിൽറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ബ്ലർ ഓപ്ഷൻ തന്നെ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ലൈനർ ബ്ലർ ഉണ്ട്, അതേപോലെ തന്നെ റേഡിയൽ ബ്ലർ ഉണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിന് എമൗണ്ടൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മുകളിലുള്ള ടിക്ക് അടിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ടൂളിൻ്റെ യൂസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സ്ക്രീനിലെ ചിത്രം മാറ്റിയതിന് ശേഷം നമുക്കിവിടെ മരക്കാറിന് കൊണ്ടുപോയി വെക്കണം.
അപ്പോൾ സാധാരണ ഫോട്ടോയെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു വേറൊരു ആംഗിളിൽ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ എടുത്ത വേറൊരു ഫോട്ടോ വെച്ചാൽ മാത്രമേ ആ ഒരു LED സ്ക്രീനുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മരക്കാർ ഫോട്ടോയും ആ ഒരു ആംഗിളിൽ എടുത്തതാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ടൂളാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇമേജ് ഇടത്ത് നിന്നോ വലത്ത് നിന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്നോ താഴെ നിന്നോ നോക്കി എടുത്തതാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആംഗിളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സേവ് ചെയ്തതിന് ശേഷം പഴയ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്രീനുമായിട്ട് നന്നായി മാച്ചായി നിൽക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മരക്കാർ ഫോട്ടോയും LED സ്ക്രീനും ഇപ്പോൾ ഒരേ പെർസ്പെക്റ്റീവ് വ്യൂവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി ഫീൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പുതിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് റീടച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫേസിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫേസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ചെറിയൊരു സൈസിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഐബ്രോസിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്ര ഹൈറ്റിൽ വേണോ താഴെ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ റീടച്ചിൽ തന്നെ സബ്ബായിട്ട് വരുന്ന മറ്റൊരു ഓപ്ഷനാണ് സ്കിൻ ടോൺ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ സ്കിൻ ടോൺസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ കളർ വേണ്ടത് ആ സ്ഥലത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തേക്കുക. ഇത്രയുള്ള പണി സുഖമായിട്ട് മേക്കപ്പ് ചെയ്തെടുക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ബ്രഷസ് എന്ന് പറയുന്ന ഈ ഒരു ടൂളാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓവർലേസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്ക്രീനിൽ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രം ഇവിടെ ആഡ് ആയിക്കോളും. അപ്പോൾ അത് മാത്രമല്ല കുറേ ഓവർലേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. വേറെയും കുറേ ഓവർലേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയേക്കുക. എല്ലാം അടിപൊളിയാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിക്സാറിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷനുകളിൽ ഒന്നാണ് മാസ്ക് എന്നാണ് പേര്. അത് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കുറേ ടെക്സ്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തതിൻ്റെ ടെക്സ്ചർ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാം പക്ക റിയലിസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പേപ്പറിൻ്റെ ചുളിവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പേപ്പർ ഫോൾഡ് മാത്രമല്ല, റെയിനി, ഡസ്റ്റ്, ഷാഡോ എന്ന് പറഞ്ഞ വേറെയും കുറേ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം വേറെ ലെവലായിട്ടുള്ള കാര്യങ്ങളാണ്. ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഫോട്ടോയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പിക്സാർട്ടിലെ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ടൂൾസും കഴിഞ്ഞ ഈ 2 വീഡിയോയിലൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഈ പറഞ്ഞ ഫീച്ചേഴ്സും ടൂൾസൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.